السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും സമ്പൂർണമായി ഈമാനുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ്. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ ആദ്യം അവൻ സ്വഭാവം നന്നാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് എങ്ങനെയാണ് ഒരാൾ നല്ല സ്വഭാവം വെക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച ഖളാഇൽ, അവൻ നിശ്ചയിച്ച ഖദറിൽ പരിപൂർണമായ തൃപ്തി എന്ത് ചെയ്യണം, അവന് ഉണ്ടാകണമെന്നാണ്. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടുന്ന സമയത്ത് അള്ളാഹുവിനെ കോപപ്പെടുത്തുന്ന വാചകങ്ങൾ പറയാനോ മറ്റൊന്നും പാടില്ല. മറിച്ച് അവൻ ക്ഷമ അവലംബിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ അവന് കിട്ടിയതായ, അവന് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തതായ നിഅമത്തുകൾക്ക് അവൻ ശുക്ർ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമതായി ഹസ്നുൽ ഖുലുഖ് ഉണ്ടാവേണ്ടത് ജനങ്ങളോടാണ്. ജനങ്ങളുമായിട്ടാണ് അവൻ ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത്. അവൻ്റെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരോടൊക്കെ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം അവൻ പെരുമാറേണ്ടത്. അവൻ്റെ സംസാരത്തിലും അതുപോലെ തന്നെ അവൻ്റെ മുഖഭാവത്തിൽ പോലും ചില ആളുകളെ കാണുമ്പോൾ എന്താണ്, അവർ വളരെ ഗൗരവത്തോടു കൂടി, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ പല ആളുകൾക്കും എന്താണ്, ഭയങ്കര മടിയാണ്. അപ്പോൾ ആ രൂപത്തിലൊന്നും അല്ല, മറിച്ച് എപ്പോഴും മുഖപ്രസന്നനായി തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുക എന്നുള്ളതൊക്കെ സ്വതക്കയാണ് എന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗം വളരെ ഗൗരവമുള്ളൊരു ഭാഗമാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായവർ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, ഖിയാറുക്കും ലി അഹ്ലിഹി, തൻ്റെ കുടുംബിനിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഏറ്റവും നന്നായി മറ്റുള്ള ആളുകളോടൊക്കെ പെരുമാറും. നമ്മൾ നല്ല നിസ്കാരം ഉണ്ടാവും, തഹജ്ജുദ് നിസ്കാരം ഉണ്ടാവും, റമദാനിൽ നോമ്പ് നോൽക്കുന്നുണ്ടാവും, സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവും, അദ്കാറുകൾ ഉണ്ടാവും. ജീവിതത്തിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമ്മൾ ഉഷാറായിരിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങളായിട്ടുള്ള പെരുമാറ്റവും വളരെ ഉഷാറായിരിക്കും. പക്ഷേ നമ്മുടെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ, നമ്മുടെ കൃത്യമായ സ്വഭാവം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മുടെ ഭാര്യയോട് ചോദിച്ചാൽ മതിയാവും. നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ഏത് രൂപത്തിലാണോ പെരുമാറുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവമായിട്ടുള്ളത്. നമ്മൾ ദേഷ്യം വരുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രൂപത്തിലാണ് അത് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിന് തന്നെ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ, അതുപോലെ തന്നെ നമ്മളവിടെ അവരെ അടിക്കാനും അതല്ലെങ്കിൽ ആ രൂപത്തിൽ അവരെ ഉപദ്രവിക്കാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം വളരെ മോശമാണ് എന്നാണ്. നമ്മൾ എത്ര നല്ല രൂപത്തിൽ ജനങ്ങളോട് പെരുമാറിയിട്ടും കാര്യമില്ല. നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാക്കേണ്ടത് ആരോടാണ്? നമുക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, അത്തരത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വഭാവം നന്നാക്കേണ്ടത്. അവിടെ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, അതാണ് നമ്മുടെ യഥാർത്ഥമായ സ്വഭാവം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ പത്നിമാരോട് പെരുമാറിയ രൂപങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. മറ്റൊരു ഭാര്യയുടെ അടുക്കൽ നിന്ന് ഒരു ഭക്ഷണം കൊണ്ടുവന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല തട്ടി അകറ്റാണ്. ആ പാത്രങ്ങൾ പൊട്ടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും പ്രതികരിക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് ആ കഷ്ണങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. നമ്മളെ അടുത്താണെങ്കിലോ, നമ്മുടെ ഭാര്യയാണ് അല്ലെങ്കിൽ നമ്മുടെ സഹധർമ്മിണിയാണ് ആ രൂപത്തിൽ നമ്മൾ പെരുമാറിയിട്ടുള്ളതെങ്കിലോ, അവിടെ രണ്ടാമത്തേന് എന്തിട്ടുണ്ടാവും, അവരടി വീണിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ മാതൃക മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക ഉണ്ട്. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അഹ്ലിനോട്, നമ്മുടെ ഭാര്യയോട് നമ്മൾ ഏത് രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്,
ശ്രദ്ധിക്കേണ്ടതുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, റസൂലെ അയ്യുന്നാസി അഹബ്ബു ഇലൈക, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് അറിയോ? ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മുടെ ഭാര്യയെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പെരുമാറാനും നമ്മുടെ സ്വഭാവം നന്നാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.